ലീഡ്സ് കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ്സിൻ്റെ 15ാമത്തെ ക്ലാസ്സാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിലുള്ളതാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൻ്റെ 15ാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ക്രൈസിസ് വരെയാണുള്ളത് അല്ലേ. ഇനി അപ്പോഴും ഞാൻ പറഞ്ഞത് എന്താണ്, ഇനി ഒരു സഡൻ റീസൺ കൂടെയുണ്ട് അല്ലേ, പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കാരണം കൂടെയുണ്ട്. എന്താണ് ആ സഡൻ റീസൺ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. എ സെർബിയൻ യൂത്ത് ഗവർണർ പ്രിൻസെപ്പ് അസാസിനേറ്റഡ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്, the heir to the throne of Austria, at the Bosnian capital of Sarajevo in July 1914. Austria held Serbia responsible for it and declared war on Serbia on 28 July 1914. The Allied nations rushed to the help of their alliances. എന്താ പെട്ടെന്നുണ്ടായുള്ള കാരണം നമ്മൾ നോക്കാം. നമ്മളെ ഈ 1914 ജൂൺ മാസത്തിലെ ഓസ്ട്രിയയുടെ നെക്സ്റ്റ് കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ, എന്താ പേര്, ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ അവിടെ ബോസ്നിയയുടെ തലസ്ഥാനമായിട്ടുള്ള സരജാവോയിൽ വെച്ചിട്ട്, ശ്രദ്ധിക്കണേ, ബോസ്നിയയുടെ തലസ്ഥാനമായിട്ടുള്ള സരജാവോയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ? ഇവിടെ സരജാവോ എഴുതി നമ്മൾ സരജാവോയിൽ വെച്ചിട്ട്, ബോസ്നിയയുടെ തലസ്ഥാനമായിട്ടുള്ള സരജാവോയിൽ വെച്ചിട്ട് ഒരു സെർബിയൻ യുവാവായിട്ടുള്ള സെർബിയക്കാരനായിട്ടുള്ള ഗാവലോ പ്രിൻസെപ്പ് വെടിവെച്ചു കൊന്നു. അപ്പോൾ അങ്ങനെ ഈ സെർബിയക്കാരനായിട്ടുള്ള പ്രിൻസെപ്പാണ് എന്ത് ചെയ്യുന്നത്, വെടിവെച്ച് കൊല്ലുന്നത്. അപ്പൊ സെർബിയയാണ് ഇതിന് ഉത്തരവാദി എന്ന് ഓസ്ട്രിയ പറയുകയും ഓസ്ട്രിയ സെർബിയയ്ക്ക് മുകളിലെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏത് സമയത്ത്? ഓൺ 28 ജൂലൈ 1914. ഇതാണ് ഒരു സഡൻ റീസൺ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ. എ സെർബിയൻ യൂത്ത് ഗവർണർ പ്രിൻസെപ്പ് അസാസിനേറ്റഡ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. ആരെ കൊന്നു? ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ഗവർണർ പ്രിൻസെപ്പ് എന്ന് പറയുന്ന യുവാവ് വെടിവെച്ചു കൊന്നു. ഇൻ ദ ഹെയർ ടു ദ ത്രോൺ ഓഫ് ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ നെക്സ്റ്റ് കിരീടാവകാശിയാണ് ആര്? ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. എവിടെ വെച്ചിട്ടാ? അറ്റ് ദ ബോസ്നിയൻ ക്യാപിറ്റൽ ഓഫ് സരജാവോ. ബോസ്നിയയുടെ തലസ്ഥാനമായ സരജാവോയിൽ വെച്ചിട്ട് ഇൻ ജൂലൈ 1914, 1914 ഓസ്ട്രിയ ഹെൽഡ് സെർബിയ റെസ്പോൺസിബിൾ ഫോർ ദിസ്. സെർബിയയാണ് ഇത് ഉത്തരവാദി എന്ന് അവർ പറഞ്ഞു, ഓസ്ട്രിയ പറഞ്ഞു. ആൻഡ് ഡിക്ലെയർഡ് വാർ ഓൺ സെർബിയ. സെർബിയക്ക് മുകളിൽ യുദ്ധം പ്രഖ്യാപിച്ചു 28 ജൂലൈ 1914. അപ്പോൾ എന്ത് ചെയ്തു അറിയുമോ? ദ അലൈഡ് നാഷൻസ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അലയൻസുകൾ ഉണ്ടല്ലോ, ആ അലൈഡ് നാഷൻസ് അവരുടെ കൂട്ടത്തിലുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. റഷ്ഡ് ടു ദ ഹെൽപ്പ് ഓഫ് ദ അലയൻസ്. അപ്പോൾ ഓൾ ഓവർ ദ വേൾഡിലുള്ള എല്ലാ നേഷൻസും ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ വോറിൽ എന്ത് ചെയ്തു? പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോൺ ആസ് ഫസ്റ്റ് വേൾഡ് വാർ. അപ്പം ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോ കൺട്രീസും മറ്റൊരു കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ യുദ്ധത്തിൽ ഡയറക്റ്റ് പങ്കെടുക്കുകയോ ചെയ്തത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് രാജ്യങ്ങളും ഓൾമോസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഇതിൽ എന്ത് ചെയ്തു? പങ്കെടുത്തത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തറിയപ്പെടുന്നു? വേൾഡ് വാർ എന്ന് അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് വേൾഡ് വാർ. ഇതാണ് സഡൻ റീസൺ. ഇനി പറയണ്ടല്ലോ, സെർബിയൻ യൂത്ത് ഗവർണർ പ്രിൻസെപ്പ് അസാസിനേറ്റഡ് ഫെർഡിനാൻഡ്. ഫെർഡിനാൻഡിനെ സെർബിയക്കാരനായ യുവാവ് എന്ത് ചെയ്തു? വെടിവെച്ചു കൊന്നു. ഗവർണർ പ്രിൻസെപ്പ് ദ ഹെയർ ടു ദ ത്രോൺ ഓഫ് ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ കിരീടാവകാശിയാണ്. നെക്സ്റ്റ് ദ ബോസ്നിയൻ ക്യാപിറ്റൽ ഓഫ് സരാജവോയിൽ വെച്ചിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഇൻ ജൂലൈ 14, 1914 ജൂലൈയിലാണ്. ഓസ്ട്രിയ ഹെൽഡ് സെർബിയ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അതായത് ഓസ്ട്രിയ പറഞ്ഞത് സെർബിയയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു. ആൻഡ് ഡിക്ലെയർ വാർ ഓൺ സെർബിയ. സെർബിയയുടെ മേൽ യുദ്ധം പ്രഖ്യാപിച്ചു ഓൺ 28 ജൂലൈ 1914. 1914 യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ദ അലൈഡ് നാഷൻസ് റഷ്ഡ് ടു ദ ഹെൽപ്പ് ഓഫ് ദെയർ അലയൻസ്. അതായത് ഈ അലൈഡ് നാഷൻസ് അവരുടെ ഭാഗത്തുള്ള അവരുടെ പാർട്ടിലുള്ള കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
മുന്നോട്ട് വന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്തു, ഈ വേൾഡ് വാറിൽ പങ്കെടുത്തു. സോ ഇറ്റ് ഈസ് നോൺ ആസ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ എന്ന് അറിയപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് സഡൻ റീസൺ എന്ന് പറയുന്നത്. ഇന്ന് തന്നെ എഴുതി വെക്കണേ ഇത് കേട്ടോ, ഇന്ന് തന്നെ പഠിക്കണേ. സെർബിയൻ യൂത്ത് ഗവലോ പ്രിൻസപ്പ് അസാസിനേറ്റഡ്, ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ഹെയർ ടു ത്രോൺ ഓഫ് ഓസ്ട്രിയ. പഠിക്കണം കേട്ടോ, റിപ്പീറ്റ് ചെയ്യുന്നില്ല, 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ നോക്കാം നമ്മൾ. അങ്ങനെ എന്ത് സ്റ്റാർട്ട് ചെയ്തു, യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴ്, ഈ 1940. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ 1919 പറഞ്ഞു വിട്ടിട്ടുണ്ട്. സോറി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഗ്രൂപ്പിൽ കേട്ടിട്ടുണ്ടാവും. 1940 ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നോക്കാം നമ്മൾ, എന്തൊക്കെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്ത്. അങ്ങനെ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ. റിസൾട്ട് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. റിസൾട്ട് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. എന്തൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് നോക്കാം നമ്മൾ. ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ഇതിൽ പങ്കെടുത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് നോക്കുക. ഒരു യുദ്ധം കൊണ്ട് നല്ല നേട്ടങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഏതൊക്കെയാണ്, ആർക്കൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് പ്രോബ്ലംസും ഒക്കെ നമ്മൾ നോക്കുക. ലോകത്തിൽ വേൾഡ് ലെവലിൽ ഈ വേൾഡ് വാർ ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കുക. നമ്മൾ റിസൾട്ട് എന്തൊക്കെയാണെന്ന് നോക്കുക. ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം. യെസ്, listen, result of the first world war. First world war started in 1914, ended in 1918. ശ്രദ്ധിക്കണേ, 1914 ആരംഭിച്ചിട്ട് 1918 ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ആഫ്റ്റർനാത്ത് ഓർ റിസൾട്ട് നോക്കുക. ആഫ്റ്റർനാത്ത് എന്ന ടെക്സ്റ്റിക്കാണ് അനന്തരഫലങ്ങൾ, റിസൾട്ട് തന്നെയാണ് അത് സംഭവം കേട്ടോ. എന്തൊക്കെയാ റിസൾട്ട് നോക്കുക നമ്മൾ. Result of the first world war. Over 10 million people lost their lives or were injured in the war. അപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക്, 10 million പീപ്പിൾസിന് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. Over 10 million people lost their lives and were injured in the war. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുകയും, ലോസ്റ്റ് ദെയർ ലിവ്സ് ആൻഡ് ഇൻജേർഡ്, മുറിവേൽക്കുകയും ചെയ്തു. സെക്കൻഡ് വൺ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേർ ഡിസ്ട്രോയിഡ്. കൃഷി, ഇൻഡസ്ട്രി, വ്യവസായം, കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം എന്നിവ തകർന്നു. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ വേർ ഡിസ്ട്രോയിഡ്. ദെൻ എക്കണോമിക്, പിന്നെയോ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്ഡ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും ഉണ്ടായ രാജ്യത്ത്. ദെൻ ഏത് രാജ്യത്തെ, ഈ രാജ്യങ്ങളിലെല്ലാം. ദെൻ ലിബറേഷൻ മൂവ്മെന്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക വേർ സ്ട്രെങ്തൻഡ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങള്, സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അപ്പോൾ നെക്സ്റ്റ് നോക്കാം നമ്മൾ. ഇൻ എ ബിഡ് ടു ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദ വേൾഡ്, ലോക സമാധാനം സംരക്ഷിക്കാൻ ദ ലീഗ് ഓഫ് നേഷൻസ് ഫോംഡ്. ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു. വേൾഡ് പീസിന് ഫോം ചെയ്യാൻ പഠിച്ചിരിക്കണേ. ലീഗ് ഓഫ് നേഷൻസ് ഫോംഡ്. ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർവ്വരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസിന് രൂപം കൊടുത്തു. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഓവർ 10 million people lost their lives or were injured in the war. ഏകദേശം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവഹാനി ഉണ്ടാവുകയും ഇഞ്ചറി ഉണ്ടാവുകയും ചെയ്തു. അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും കമ്മ്യൂണിക്കേഷനും ഡിസ്ട്രോയിഡായി. ദെൻ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ ഇൻക്രീസ്ഡ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പവും ഉണ്ടായി. ഇക്കണോമിക് ഡൊമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ്. യൂറോപ്പിന്റെ ലോക ആധിപത്യം, എല്ലാ രാജ്യത്തും യൂറോപ്പ് കോളനികൾ, എസ്റ്റാബ്ലിഷിംഗ് കോളനീസ് നമ്മൾ പഠിച്ചല്ലോ, എസ്റ്റാബ്ലിഷ്ഡ് കോളനീസ് അല്ലോ. അപ്പോൾ ആ ഒരു
പിന്നെ അത് മാത്രമല്ല അവരുടെ എക്കണോമിക് ആയിട്ടുള്ള അവർ മറ്റ് രാജ്യങ്ങളെ ഇങ്ങനെ വരുത്തി നിർത്താനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ അവരുടെ എക്കണോമിക് ഡൊമിനൻസ് ആണ്. അതായത് അവരുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് അവർക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും അവർക്ക് നല്ല എക്കണോമിക് ആയിട്ട് അവർ നല്ല വെല്ലായിട്ടുള്ള എക്കണോമിക് ആണ് അവർ. അപ്പോൾ ആ എക്കണോമിക് ഡൊമിനൻസ് ആണ് വേർ ഡിമിനിഷ്ഡ്. യൂറോപ്പിൻ്റെ എക്കണോമിക് ഡൊമിനേഷൻ എന്തായി? ഡിമിനിഷ്ഡ് ആയി. അത് മറ്റു രാജ്യങ്ങളുടെ മുകളിൽ ഇങ്ങനെ മറ്റു കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ആ ഒരു സിറ്റുവേഷൻ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ളത് ഈ എക്കണോമിക് കയ്യിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ ധാരാളം വാർ വെപ്പൺസ് വാങ്ങിക്കൂട്ടുകയും ഈ അലയൻസുകളെ ഒപ്പം കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പണം കൂടുതൽ ആര് ചെലവഴിച്ചു? ഈ യൂറോപ്യൻ കൺട്രീസ് ചെലവഴിച്ചു. അതുകൊണ്ടാണ് അവരുടെ ഈ എക്കണോമിക് ഡൊമിനൻസ് എന്തായിപ്പോയത്? ഡിസ്ട്രോയ് ആയത്. ഓക്കെ. ദെൻ ലിബറേഷൻ മൂവ്മെന്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക വാസ് സ്ട്രെങ്തൻഡ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഈ വാറിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഏഷ്യ ആഫ്രിക്ക പോലെയുള്ള കോണ്ടിനെന്റിലെ കൺട്രീസ്, ഇന്ത്യ പോലെയുള്ള കൺട്രീസ് ഉണ്ടല്ലോ, ഈ ആഫ്രിക്കൻ കൺട്രീസൊക്കെ തന്നെ എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ എന്ത് ചെയ്തു? ആ സമയത്ത് പവറാക്കി വന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ലിബറേഷൻ മൂവ്മെന്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്, ശക്തിപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് ആർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല? വാറിന്റെ സമയത്ത് ഈ യൂറോപ്യൻ കൺട്രീസിനൊന്നും വലിയ രീതിയിൽ അവരുടെ കോളനീസിനെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഈ വാറിൽ. ആ തക്കത്തിന് ഏഷ്യ ആഫ്രിക്ക പോലെയുള്ള കോണ്ടിനെന്റിലെ കൺട്രീസ് ഇൻഡിപെൻഡന്റ് ആക്ടിവിറ്റീസ് സ്ട്രെങ്തൻ ആക്കി. ദെൻ ഇൻ എ ബിഡ് ടു ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദ വേൾഡ്, ലോകസമാധാനം സംരക്ഷിക്കാൻ ലീഗ് ഓഫ് നേഷൻസ് ഫോംഡ്. ലീഗ് ഓഫ് നേഷൻസിന് രൂപം നൽകി. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ആ ഭാഗത്തു നിന്നാണ് അതിൻ്റെ റിസൾട്ട്. ഇനി നെക്സ്റ്റ് നോക്കുക നമ്മൾ. ഇനി എന്താണ് അതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ റിസൾട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ട്രീറ്റി ഓഫ് വേഴ്സൈസ് പറയേണ്ടത്, അതായത് യുദ്ധത്തിൻ്റെ ഒരു എൻഡ്, അതായത് പീസ് എഫേർട്ടാണ്. ശ്രദ്ധിക്കണം, പീസ് എഫേർട്ട്. പീസ് എഫേർട്ട്, സമാധാന ശ്രമങ്ങൾ. എന്താണ് പീസ് എഫേർട്ട് എന്ന് നോക്കാം നമ്മൾ. അപ്പോൾ യുദ്ധത്തിൽ വിൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു പീസ് കോൺഫറൻസ് ഹെൽഡ് അറ്റ് പാരീസ് ഇൻ 1919. ശ്രദ്ധിക്കണേ, ഇൻ 1919. അതായത് പീസ് കോൺഫറൻസ് ആണ്. പീസ് കോൺഫറൻസ് ഹെൽഡ് അറ്റ്, ഇവിടെ ഒരു പീസ് കോൺഫറൻസ് ഹെൽഡ് അറ്റ് പാരീസ് കേട്ടോ. ട്രീറ്റി ഓഫ് പാരീസ് എന്നും ട്രീറ്റി ഓഫ് വേഴ്സൈസ് എന്നും അറിയപ്പെടുന്നു കേട്ടോ. ഈ 1990 ആണ് എന്നോട് അവിടെ എഴുതിപ്പോയത് കേട്ടോ. അപ്പോൾ ഈ ശ്രദ്ധിക്കണേ, ട്രീറ്റി ഓഫ് പാരീസ് എന്നും ഇതറിയപ്പെടുന്നുണ്ട് ഇൻ 1990. അപ്പോൾ ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്തത് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വിന്നിംഗ് അലയൻസ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ആണ്. ശ്രദ്ധിക്കണം, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. വിന്നിംഗ് അലയൻസ് ആണ് കേട്ടോ. യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടനും ഫ്രാൻസിൻ്റെയും അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് എ പീസ് കോൺഫറൻസ് ഹെൽഡ് അറ്റ് പാരീസ് ഇൻ 1919 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് വിന്നിംഗ് അലയൻസ് പെട്ട രാജ്യമാണ് കേട്ടോ. വിന്നിംഗ് അലയൻസ് പെട്ട, അതായത് യുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട. ഈ സമയത്ത് ഇവിടെ ട്രീറ്റി, അപ്പോൾ അതിൽ ഈ വിന്നിങ് ചെയ്തിട്ട രാജ്യങ്ങൾ പല രാജ്യങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള ട്രീറ്റീസ് സൈൻ ചെയ്തു. അതിലൊരു ഇമ്പോർട്ടൻ്റ് ട്രീറ്റി ഉണ്ട്, അതാണ് ട്രീറ്റി ഓഫ് വേഴ്സൈസ് എന്നറിയപ്പെടുന്നത്. എന്താ അറിയപ്പെടുന്നത്? ട്രീറ്റി ഓഫ് വേഴ്സൈസ്.
വേഴ്സൈഡ്സ് സന്ധി എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? ട്രീറ്റി ഓഫ് വേഴ്സൈഡ്സ് സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് ഈ ട്രീറ്റി ഓഫ് വേഴ്സൈഡ്സ് നോക്കുക നമ്മള്. അപ്പൊ ഇവിടെ നോക്കുക, സൈൻഡ് ബിറ്റ്വീൻ ദ ട്രീറ്റി സൈൻഡ് വിത്ത് ജർമ്മനി. ആരുമായിട്ട് ഒപ്പുവെച്ചതാണ്? ജർമ്മനി ആയിട്ട്, ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനി ആയിട്ട് സൈൻ ചെയ്തതാണ് ഇത് ട്രീറ്റി ഓഫ് വേഴ്സൈഡ്. ജർമ്മനി ആയിട്ട്. എന്താണ് ട്രീറ്റി ഓഫ് വേഴ്സൈഡിലെ വ്യവസ്ഥകൾ നോക്കുക, അവരുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക നമ്മൾ. ട്രീറ്റി ഓഫ് വേഴ്സൈഡ്സിലെ കൺട്രീസ്, അവരുടെ എന്താണ് വ്യവസ്ഥകൾ, വ്യവസ്ഥ മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ആ ട്രീറ്റിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമ്മൾ. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ പ്ലാൻ നോക്കാം, ആ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധക്കുറ്റം മുഴുവൻ ജർമ്മനിയുടെ മുകളിൽ കെട്ടിവെച്ച് നോക്കണേ. According to this treaty, German colonies were divided among the victorious powers. അത് ഞാൻ ട്രീറ്റി ഓഫ് വേഴ്സൈഡ്സ് വേറെ തന്നെ എഴുതിത്തരാം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതായത് ജർമ്മനിയുടെ കോളനീസ് ഉണ്ടല്ലോ, ജർമ്മനിക്ക് പല കൺട്രീസിലും കോളനീസ് ഉണ്ട്. ആ ജർമ്മനിയുടെ കോളനീസൊക്കെ ഈ വിന്നിങ് അലയൻസിൽപ്പെട്ട രാജ്യങ്ങൾ എന്ത് ചെയ്തു? വീതിച്ചെടുത്തു. നോക്കണേ, ട്രീറ്റി ഓഫ് വേഴ്സൈഡ്സ്. പീസ് ഓഫ് ട്രീറ്റി ഓഫ് വേഴ്സൈഡ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ട്രീറ്റി ഓഫ് വേഴ്സൈഡ്. എപ്പോഴും എക്സാമിനോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നിർബന്ധമായിട്ടും പഠിക്കണം. അത് ഞാൻ ബോർഡിൻ്റെ മുകളിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് ട്രീറ്റി ഓഫ് വേഴ്സൈഡിലെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ആ കണ്ടീഷൻസ് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഓരോന്നോരോന്ന് ബോർഡിൽ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. യെസ്, ലിസൺ. എ പീസ് കോൺഫറൻസ് അറ്റ് പാരീസ് ഇൻ 1919 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് വാസ് വിന്നിങ് അലയൻസ്. വിന്നിങ് അലയൻസിൽപ്പെട്ട ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ലീഡർഷിപ്പിൽ ഒരു പീസ് കോൺഫറൻസ് പാരീസിൽ ചേർന്നു ഈ 1919 1919. അപ്പോൾ അവിടെ ഈ വിന്നിങ് ആയിട്ടുള്ള രാജ്യങ്ങളും മറ്റ് കൺട്രീസും തമ്മിൽ വെവ്വേറെ ട്രീറ്റീസിൽ സൈൻ ചെയ്തു. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ട്രീറ്റി ഉണ്ട്. ആ ഇമ്പോർട്ടൻ്റ് ട്രീറ്റിയാണ് ജർമ്മനിയും ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ള വേഴ്സൈഡ്സ് ട്രീറ്റി. ഏതൊക്കെയാണ്? വേഴ്സൈഡ്സ് ട്രീറ്റി വാസ് സൈൻഡ് വിത്ത് ജർമ്മനി. ജർമ്മനിയായിട്ട് സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റി നോക്കാം നമ്മൾ. ഈ ജർമ്മനിയുടെ ഈ വേഴ്സൈഡ്സ് ട്രീറ്റിയിലെ ട്രീറ്റി ഓഫ് വേഴ്സൈഡ്സിലെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. ആ കണ്ടീഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ജർമ്മൻ കോളനീസ് were divided among the victorious powers. ജർമ്മനിയുടെ കോളനികളെല്ലാം ആര് പങ്കിട്ടെടുത്തു? വിന്നിങ് അലയൻസിൽ പെട്ടിട്ടുള്ള രാജ്യങ്ങള് ജർമ്മൻ കോളനികൾ വീതിച്ചെടുത്തു. സെക്കൻഡ് വൺ, ജർമ്മനി ഫോഴ്സ്ഡ് ടു പേ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെമിനിറ്റി. അതായത് ജർമ്മനി കൊടുക്കേണ്ടതായി വന്നു എ ഹ്യൂജ് എമൗണ്ട്, വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട്. വാർ ഇൻഡെമിനിറ്റി മീൻസ് യുദ്ധത്തിന്റെ നഷ്ടപരിഹാര തുകയായിട്ട് ഒരു വലിയ എമൗണ്ട് ആർക്ക് പേ ചെയ്യേണ്ടി വന്നു? ജർമ്മനിക്ക് പേ ചെയ്യേണ്ടി വന്നു. ജർമ്മനി ഫോഴ്സ്ഡ് ടു പേ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെമിനിറ്റി. യുദ്ധ നഷ്ടപരിഹാരമായിട്ട് വലിയൊരു തുക കൊടുക്കേണ്ടി വന്നു. ദ അലയൻസ് ഒക്കുപൈഡ് ദ റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. വിന്നിങ് അലയൻസിൽ പെട്ടിട്ടുള്ള രാജ്യങ്ങള് ജർമ്മനിയുടെ റിച്ച് മൈൻസ്, എന്താ മൈൻസ്? ഖനിപ്രദേശങ്ങളിലെ അയണും ഗോൾഡും അത്തരത്തിലുള്ള പലതരത്തിലുള്ള സ്റ്റീല് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെ കുഴിച്ചെടുക്കുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? മൈൻസ് എന്ന് പറയുന്നത്. ആ മൈൻസ്, റിച്ച് മൈൻസ് ഉണ്ടായിരുന്നു ആർക്ക്? ജർമ്മനിക്ക്. അപ്പോൾ ആ റിച്ച് മൈൻസ് ഒക്കെ തന്നെ ആര് സ്വന്തമാക്കി? വിന്നിങ് അലയൻസിൽപ്പെട്ടുള്ള രാജ്യങ്ങൾ സ്വന്തമാക്കി. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു റിസൾട്ടിൽ വരുന്ന കാര്യം ഈ ജർമ്മനിക്കാണ് വലിയ തരത്തിലുള്ള ഒരു ലോസ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഇപ്പം നോക്കണേ, ദെൻ അടുത്തത് നോക്കാം നമ്മള്. Above all, war guilt was imposed on Germany. യുദ്ധക്കുറ്റം മുഴുവൻ ആരുടെ മുകളിൽ കെട്ടിവെച്ചു? ജർമ്മനിയുടെ മുകളിൽ കെട്ടിവെച്ചു. അതിൽ വലിയ തെറ്റൊന്നും ഉണ്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ മൊറോക്കൻ ക്രൈസിസ് പഠിച്ച സമയത്തില്ലേ, ജർമ്മനിയുടെ അത്യാഗ്രഹമൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഫ്രാൻസ് ആധിപത്യം ശ്രമിച്ചപ്പോൾ ഡൊമിനൻസിന് ട്രൈ ചെയ്തപ്പോൾ ജർമ്മനി വിട്ടുകൊടുത്തില്ല, നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ജർമ്മനിയുടെ ആ ഒരു ഇമ്പീരിയലിസ്റ്റ്, അതായത് സാമ്രാജ്യത്വ മോഹമാണ്, ഇമ്പീരിയലിസ്റ്റ് അംബീഷനാണ് മറ്റൊരു വാറിലേക്ക് ലഡ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചില്ലേ.
അപ്പോൾ അതൊക്കെ തന്നെ അതിൻ്റെ ഒരു പ്രതികാരം, അതിൻ്റെ ഒരു എന്താണ് തിരിച്ചടിയാണ് യുദ്ധത്തിനോടുള്ള. അപ്പോൾ ഈ ഇമ്പീരിയലിസ്റ്റ് അംബീഷൻസ് ആണ് ഈ എന്തിലേക്ക് നയിക്കുന്നത്, ഈ ആരുടെ, ജർമ്മനിയുടെ. അതാണ് ഈ വലിയൊരു എന്താണ് പ്രോബ്ലത്തിലേക്ക് ജർമ്മനിയെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അപ്പോൾ എന്ത് ചെയ്താലും അവസാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു തിരിച്ചടിയാണ് ജർമ്മനിക്ക് കിട്ടുന്നത്, ശ്രദ്ധിക്കണേ. അപ്പോൾ വാർ ഗിൽറ്റ് വാസ് ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി, യുദ്ധക്കുറ്റം മുഴുവൻ ജർമ്മനിയുടെ മോള് കെട്ടിച്ചമച്ചു. പിന്നെയോ ജർമ്മനി വാസ് ഡിസ്ആർമഡ്, ജർമ്മനിയുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ തന്നെ വാങ്ങിക്കളഞ്ഞു. ഡിസ്ആർമഡ് മീൻസ് ആയുധമില്ലാതെ ആക്കി, അവരുടെ കയ്യിൽ നിരായുധീകരിക്കുക എന്ന് മലയാളത്തിൽ പറയും. ആയുധങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞു. അതാണ് ട്രീറ്റി ഓഫ് വേഴ്സായ് എന്നറിയപ്പെടുന്നത്. ട്രീറ്റി ഓഫ് വേഴ്സായും വേഴ്സായ്സിലെ കണ്ടീഷൻസാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. എ പീസ് കോൺഫറൻസ് അറ്റ് പാരീസ് ഇൻ 1919 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വിന്നിംഗ് അലയൻസ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. വേഴ്സായ് ട്രീറ്റി വാസ് സൈൻഡ് വിത്ത് ജർമ്മനി. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ജർമ്മൻ കോളനീസ് വർ ഡിവൈഡഡ് അമംഗ് ദ വിക്ടേഴ്സ് പവേഴ്സ്. അവരുടെ ആ ട്രീറ്റി പ്രകാരം ഉണ്ടായിട്ടുള്ള കണ്ടീഷനാണ് എഴുതി. ആ ട്രീറ്റി പറഞ്ഞിരിക്കുന്നതാണ് ഇതൊക്കെ തന്നെ. അവരുടെ വിക്ടേഴ്സ് പവേഴ്സ് എന്ത് ചെയ്തു, അവരുടെ ഈ ജർമ്മനിയുടെ കോളനീസൊക്കെ തന്നെ ഡിവൈഡ് ചെയ്തെടുത്തു. ജർമ്മനി ഫോഴ്സ്ഡ് ടു പേ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെമിനിറ്റി ആയിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ജർമ്മനിക്ക് കൊടുക്കേണ്ടി വന്നു. ജർമ്മനി ആർക്ക് കൊടുക്കേണ്ടി വന്നു? ജർമ്മനി ഈ വിന്നിംഗ് അലയൻസിന് കൊടുക്കേണ്ടി വന്നു. ദ അലയൻസ് ഓക്യുപ്പൈഡ് ദ റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ റിച്ച് മൈൻസ് വിന്നിംഗ് അലയൻസ് സ്വന്തമാക്കി. അപ്പോൾ വാർ ഗിൽറ്റ് വാസ് ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി, യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെച്ചു. ജർമ്മനി വാസ് ഡിസ്ആർമഡ്, ജർമ്മനിയെ നിരായുധീകരിച്ചു. ഓക്കെ, ദിസ് ഈസ് ട്രീറ്റി ഓഫ് വേഴ്സായ്സ് ആൻഡ് ദ കണ്ടീഷൻസ് ഓഫ് വേഴ്സായ്, ട്രീറ്റി ഓഫ് വേഴ്സായ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ട്രീറ്റി ഓഫ് വേഴ്സായ്സ് എപ്പോഴും 2 മാർക്കിനായിട്ട് എക്സാമിൽ ചോദിക്കുന്നതാണ്. ഇത് മുഴുവൻ പഠിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പീസ് എഫേർട്ടിൽ പറയാനുള്ളത്. ദെൻ ഇതിൻ്റെ നെക്സ്റ്റ് ഭാഗം നോക്കാം നമ്മൾ. ഇനി എന്താ നമുക്ക് ഈ ഭാഗത്തുനിന്ന് പറയാനുള്ളത്? ഇനി എക്കണോമിക് ഡിപ്രഷനാണ്, സാമ്പത്തിക മാന്ദ്യമാണ്. വാട്ട് ഈസ് എക്കണോമിക് ഡിപ്രഷൻ നോക്കാം നമ്മൾ. ഇക്കണോമിക് ഡിപ്രഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ റിസൾട്ട് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, യൂറോപ്പിൻ്റെ എക്കണോമിക് ഡൊമിനൻസ് ഡിസ്ട്രോയ് ആയി നമ്മൾ പഠിച്ചിട്ടില്ലേ. എക്കണോമിക് ഡൊമിനൻസ് ഓഫ് യൂറോപ്പ് വേർ ഡിസ്ട്രോയിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായി. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ലോകത്തെ ആകെ ഒരു ബാധിച്ച ഡിപ്രഷൻ ഉണ്ടായി, എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായി. ആ ഡിപ്രഷൻ അമേരിക്ക വാസ് നോട്ട് എഫക്റ്റഡ് ദ വാർ. അപ്പോൾ ഈ സമയത്ത് വലിയ രീതിയിൽ ഈ യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് അനുഭവിക്കാത്ത ഒരു രാജ്യമായിരുന്നു അമേരിക്ക. അമേരിക്ക വലിയ തോതിലുള്ള ആയുധ സജ്ജീകരണങ്ങളൊന്നും തന്നെ നടത്താതിരുന്നത് കൊണ്ട് വലിയ ഒരു നാശം അല്ലെങ്കിൽ വലിയൊരു എക്കണോമിക് ഡിപ്രഷൻ അമേരിക്കയ്ക്ക് സംഭവിച്ചില്ല. അപ്പോൾ നോക്കണം എന്തൊക്കെയാണ് നോക്കുമ്പോൾ അവിടെ ഒരു എക്കണോമിക് ഗ്രോത്ത് എവിടെ ഉണ്ടായി? USA-ലുണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ് ആ ഗ്രോത്തിൻ്റെ മെയിനായിട്ട്? യൂറോപ്യൻ നേഷൻസ് മാനേജ്ഡ് ടു ഗെറ്റ് ലോൺസ്. ഈ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ വലിയ രീതിയിലുള്ള എക്കണോമിക് ഡിപ്രഷൻ അമേരിക്കയ്ക്കില്ല. സോ പല യൂറോപ്യൻ കൺട്രീസും ആരിൽ നിന്ന് ഗെറ്റ് ലോൺസ് ഫ്രം USA-യിൽ നിന്നും വലിയ രീതിയിൽ ഈ ലോണുകൾ സ്വീകരിച്ചു. ആരൊക്കെ? യൂറോപ്യൻ കൺട്രീസ് മാനേജ്ഡ് ടു ഗെറ്റ് ലോൺസ് ഫ്രം USA. അമേരിക്കയിൽ നിന്നും എന്ത് സ്വീകരിച്ചു? ലോൺ എടുത്തു. എന്താ? എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായതുകൊണ്ട് ലോൺ എടുത്തു, അവർക്ക് പണമില്ലാത്തത് കൊണ്ട്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളർ, ശ്രദ്ധിക്കണേ, അതുവരെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പൗണ്ട്, ആ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ സ്ഥാനത്ത് പിന്നെ എന്തു വന്നു എന്നറിയുമോ? അമേരിക്കൻ ഡോളർ വന്നു. ഏതാണ് ശരിക്കും ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വന്ന മാറ്റാണ് അമേരിക്കൻ ഡോളർ. ഓവർടുക്ക് ബ്രിട്ടീഷ് പൗണ്ട്.
ഓവർടേക്ക് ബ്രിട്ടീഷ് പൗണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. വിദേശ ഇടപെടലിൻ്റെ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഒരു സ്ഥാനം ആർക്കുണ്ടായി? ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളർ ആ സ്ഥാനത്ത് സ്ഥാനം പിടിച്ചു. ഏത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് ബ്രിട്ടീഷ് പൗണ്ടിന് പകരം എന്താ അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്? ഫസ്റ്റ് വേൾഡ് വാറിൽ വലിയ എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടാവാത്ത ഒരു രാജ്യമാണ് ഇത് അമേരിക്ക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിട്ടനും ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വലിയ എക്കണോമിക് ഡൊമിനൻസ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പേ, ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പേ. പക്ഷേ ആ വേൾഡ് വാറിന് ശേഷം എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായി യൂറോപ്യൻ കൺട്രീസിൽ. അത് ഈ ബ്രിട്ടനെയും എന്ത് ചെയ്തിട്ടുണ്ട്? ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളർ സ്ഥാനം പിടിക്കുന്നത്. ഓക്കെ, എന്ത് ചെയ്യാലോ. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായ ലോകത്ത് വലിയ രീതിയിൽ അത് ആരെ ബാധിച്ചില്ല? അമേരിക്കയെ ബാധിച്ചില്ല. അപ്പോൾ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ USA ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. എന്ത് തന്നെയായാലും ആ ഒരു അമേരിക്കയുടെ എക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്തില്ല? കുറേ കാലം നീണ്ടു നിന്നില്ല. ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ USA ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ദ വേൾഡ് വാസ് ത്രോൺ ഇൻ ടു എക്കണോമിക് ക്രൈസിസ് in 1929. 1929 ഒരു മറ്റൊരു ക്രൈസിസ് ഉണ്ടായി. ദ വേൾഡ് വാസ് ത്രോൺ ഇൻ ടു എക്കണോമിക് ക്രൈസിസ്. ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ടായി 1929. ആ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അത് ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണെന്ന് അറിയാമോ? അമേരിക്കയിലാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ എക്കണോമിക് ഡിപ്രഷൻ അമേരിക്കയിൽ ഒറിജിനേറ്റ് ചെയ്യാനുള്ള കാരണം? അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. യൂറോപ്യൻ നേഷൻസ് മാനേജ്ഡ് ടു ഗെറ്റ് ലോൺസ് ഫ്രം ദ USA ലോൺ എടുത്തിട്ടുണ്ട് ആര്? ഈ യൂറോപ്യൻ കൺട്രീസ്. ആ ലോണ് തിരിച്ചടയ്ക്കാത്തത് കൊണ്ടാണ് എന്തുണ്ടായത്? ഈ അമേരിക്കയിൽ ഡിപ്രഷൻ ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, കറക്റ്റ് ആയില്ലേ? ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ USA ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ദ വേൾഡ് വാസ് ത്രോൺ into economic crisis in 1929 which originated in America. എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് ഓഫ് ദിസ് എക്കണോമിക് ഡിപ്രഷൻ? ഈ എക്കണോമിക് ഡിപ്രഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ. യെസ്, ഈ ശ്രദ്ധിക്കണേ. ഇമ്പാക്റ്റ് ഓഫ് എക്കണോമിക് ഡിപ്രഷൻ 1929. 1929 സാമ്പത്തിക മാന്ദ്യം അഥവാ എക്കണോമിക് ഡിപ്രഷനെ കുറിച്ച് ശ്രദ്ധിക്കണേ. അപ്പോൾ നോക്കുമ്പോൾ ഈ എക്കണോമിക് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് USA-യിലാണ്, അമേരിക്കയിലാണ്. അതിൻ്റെ മെയിൻ റീസൺ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ഈ യൂറോപ്യൻ കൺട്രീസ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്, അമേരിക്കയിൽ നിന്ന്, അല്ലേ? സോ അത് തിരിച്ചടയ്ക്കുന്നതിൽ, ബാങ്ക് തിരിച്ചടയ്ക്കുന്നതിൽ അവർ യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ്. അവരുടെ കടം എടുത്ത പണം തിരിച്ചടക്കുന്നതിൽ ഈ യൂറോപ്യൻ കൺട്രീസ് വീഴ്ച വരുത്തിയത് മെയിൻ റീസൺ ആണ്. ഇത് ഈ USA-യുടെ ഒരു എക്കണോമിക് ഡൊമിനൻസ് തകരാനുള്ള ഒരു കാരണമാണ്. ശ്രദ്ധിക്കണം. ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ USA ഡിഡ് നോട്ട് ഗെറ്റ് ലോങ്. ദ വേൾഡ് വാസ് ത്രോൺ ഇൻ ടു ഇക്കണോമിക് ക്രൈസിസ് ഇൻ 1929. അത് നമ്മൾ പറയുന്നത് എന്താണ്? ആ ഇക്കണോമിക് ക്രൈസിസിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് നോക്കാം നമ്മൾ. പീപ്പിൾ ഹൂ കെയിം പോപ്പർ ബിക്കെയിം ഓഫ് ദ വാർ. യുദ്ധം പാപ്പരാസികളാക്കിയ, യുദ്ധം പാപ്പരാക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധം ഇല്ലാതാക്കിയ ജനങ്ങൾക്ക് could not afford the commodities. അതായത് അവർക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി, പണമില്ലാതായി. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലായി. could not afford the commodities. Then goods were kept unsold in factories. സാധനങ്ങൾ ഫാക്ടറികളിൽ കെട്ടിക്കിടക്കാൻ വേണ്ടി തുടങ്ങി. അൺസോൾഡ് ഇൻ ഫാക്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടറികളിലെ ഈ ഗുഡ്സ് കെട്ടിക്കിടക്കാനുള്ള മെയിൻ റീസൺ എന്താണ്? പീപ്പിൾ ഹൂ കെയിം പോപ്പർ ബിക്കോസ് ഓഫ് ദ വാർ could not afford the commodities. കമ്മോഡിറ്റീസ് വാങ്ങാനുള്ള കപ്പാസിറ്റി പീപ്പിൾസിനില്ല. അങ്ങനെ വരുമ്പോഴെന്ത് ചെയ്യും? കമ്മോഡിറ്റീസ് ഇവിടെ ഫാക്ടറിയിൽ കെട്ടിക്കിടക്കും. സോ ഗുഡ്സ് വർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറീസ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് മറ്റൊന്നിനെ എഫക്ട് ചെയ്യുന്നതാണ്. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ഓഫ് ദ USA. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസ്
വായ്പ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് റീപേ ചെയ്യുന്നതിൽ പിഴവ് വരുത്തി യൂറോപ്യൻ കൺട്രീസ്. സോ എന്തായോ ബാങ്ക് കൊളാപ്സ്ഡ്. അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ എഫക്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് അപ്പോൾ ആ എക്കണോമിക് ഡിപ്രഷൻ ഏതിന് കാരണമായി? ബാങ്ക് കൊളാപ്സ് ചെയ്യാൻ കാരണമായി. ബാങ്കുകളെല്ലാം തകർന്നു. ദെൻ ബാങ്ക് തകർന്നാൽ എന്താ ഉണ്ടാകുക? ഇൻഫ്ലേഷൻ ബിക്കേം അൺകൺട്രോളബിൾ. പണപ്പെരുപ്പമുണ്ടായി രാജ്യത്ത്, ലോകത്താകം പണപ്പെരുപ്പമുണ്ടായി. ഇൻഫ്ലേഷൻ ബിക്കേം അൺകൺട്രോളബിൾ. നിയന്ത്രണാതീതമായിട്ടുള്ള ഇൻഫ്ലേഷൻ ഉണ്ടായി, പണപ്പെരുപ്പമുണ്ടായി. അക്യൂട്ട് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദിസ് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ഇക്കണോമിക് ഡിപ്രഷൻ ഇൻ 1929. പീപ്പിൾ ഹു കെയിം പോപ്പർ മീൻസ് പാപ്പരാക്കിയ, പാപ്പരാസികളാക്കുക. നമ്മുടെ നാട്ടിൽ പുറത്തൊരു വാക്കില്ലേ, എച്ചുകളാവുക എന്നുള്ളത് ഇല്ല, എന്താ പറയുക, പാപ്പരാവുക എന്ന് പറയും. അപ്പം ആ പാപ്പരാസികളായി മാറി ആര്? ജനങ്ങളുടെ കയ്യിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പണമില്ലാതായി. കുഡ് നോട്ട് അഫോർഡ് ദ കമ്മോഡിറ്റീസ്. ദെൻ ഗുഡ്സ് വർ കെപ്റ്റ് ആൻഡ് സോൾഡ് ഇൻ ഫാക്ടറീസ്. ഫാക്ടറിയിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങി. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെബ്റ്റ്സ്. യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ കടങ്ങൾ എന്ത് ചെയ്തില്ല? തിരിച്ചടച്ചില്ല. ടു ദ യുഎസ് എന്ന് വാങ്ങിയത്. സോ ബാങ്ക് കൊളാപ്സ്ഡ്. ബാങ്കുകൾ തകർന്നു. ഇൻഫ്ലേഷൻ ബിക്കേം അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ മീൻസ് പണപ്പെരുപ്പമുണ്ടായി. ദെൻ അക്യൂട്ട് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങൾ വരെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫാസിസത്തെയും നാസിസത്തെയും കുറിച്ചാണ് പറയേണ്ടത്. ഹിറ്റ്ലർ ആൻഡ് മുസോളിനിയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. ഓക്കെ.